മകനായ ഈശോ ഇന്നും ജീവിക്കുന്ന കർത്താവ് ഇതാ കടന്നു വരുന്ന പ്രിയമുള്ളവരെ, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന കർത്താവേ, കർത്താവേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്ന കർത്താവേ, നമുക്ക് ആരാധിക്കാം പ്രിയമുള്ളവരെ. ഇന്നും ജീവിക്കുന്ന കർത്താവ്, നമ്മുടെ കണ്ണീരൊപ്പിക്കഴിഞ്ഞ കർത്താവ്, നമ്മളെ അനുഗ്രഹിച്ച കർത്താവ് ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങളെ അനുഗ്രഹിക്കാനായി ഞങ്ങളെ പേരുകൾ വിളിച്ചു വരുന്ന ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴുവൻ മക്കളെയും നമ്മൾ സമർപ്പിക്കുന്നു കർത്താവേ. സകല മക്കളുടെയും ജീവിത നിയോഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു, 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 യേശു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന. ആരാധിക്കാം പ്രിയമുള്ളവരെ. ഉച്ചത്തിൽ പാടാം. ആരാധന, ആരാധന, തുറന്ന് ആരാധന, ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ കരങ്ങൾ വീശി ആരാധന, 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 ആരാധന. ഒന്ന് ചേർന്ന് ആരാധന, ആരാധന, ആരാധന. സുസ്തി സ്വർലോകരാണി, മാലാഖമാരുടെ റാണി. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ നടക്കുന്ന ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ശ്രുതിയുടെ ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ചകളിൽ കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ കൃപാഭിഷേക തപസ് ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഇത് മരിയൻ കൃപാഭിഷേക ഉടമ്പടി ഉപവാസ ധ്യാനമാണ്. ഈ ധ്യാനത്തിലെവിടെയാണ് നമ്മൾ ഉടമ്പടിയുടെ ദൈവവുമായി നമ്മൾ ചെയ്ത ഉടമ്പടിയില്ലേ, ആ ഉടമ്പടിയുടെ ഉടലും ഉണ്മയുമെല്ലാം തിരിച്ചറിഞ്ഞ് സുവിശേഷ വിഹിതമായി ഉടമ്പടിക്ക് സാക്ഷിയായി ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളായി നമ്മൾ ജീവിക്കുന്നത്. ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം പലരും കണ്ണ് നിറഞ്ഞും കണ്ണ് തുടച്ചുമൊക്കെയാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏത് അതിദാരുണമായ ജീവിത അവസ്ഥയിലാണെങ്കിൽ ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന്. വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയാണ് ദൈവം വലിയ കാര്യങ്ങൾക്കായി ഇവർക്ക് ചെയ്ത് കൊടുത്തത്. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വാങ്ങിച്ചിരിക്കുന്ന ഒരു കാര്യവും സിമ്പിളല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ. ഉപ്പ് ലളിതമല്ലത്ര, കാശിരൂപം ലളിതമല്ല. അതെല്ലാം നിൻ്റെ ദൈവം നിന്നെ സന്ധിക്കാനും സംരക്ഷിക്കാനും സുഖപ്പെടുത്താനുമുള്ള സാന്നിധ്യത്തിൻ്റെ അടയാളവും ദൈവപരിപാലനയുടെയൊക്കെ മാധ്യമങ്ങളാണ്. അതെല്ലാം നമ്മൾ ദൈവവും നമ്മളുമായി ചെയ്ത ഉടമ്പടിയെ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യണത്. അതിൽ നിങ്ങൾ എന്തുമാത്രം വികാരോജ്വരമായി അതിനെ കരുതുന്നുണ്ട്, എന്തുമാത്രം സ്നേഹത്തോടെ വിശ്വാസത്തോടെ ആണ് ആ ഉടമ്പടി നേർച്ച വസ്തുക്കളെ കരുതണത്. അത്രയും വിശ്വാസത്തോടെയാണ് സ്നേഹത്തോടെയാണ് ദൈവവും നമ്മളും തമ്മിൽ ചെയ്ത ഉടമ്പടിയെ നമ്മൾ കരുതണത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ
ചില വിഷയങ്ങളുടെ പ്രത്യേകത കാരണം അല്പസമയമെടുത്താലും അത് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമായി എൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞാൽ മതി. വിശ്വാസത്തെ, കാര്യം ചില സമയത്ത് വിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ നേഴ്സ് സാക്ഷ്യം പറഞ്ഞത്. അതായത് H1N1 ആണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. കുഞ്ഞ് കോമാ സ്റ്റേജിലാണ് കിടക്കുന്നത്. കോമാ സ്റ്റേജിലാണ്. ആർക്കും, ഡോക്ടേഴ്സിനും പിടികിട്ടണില്ല എന്താണ്. ഇങ്ങനെ ഓരോ ടെസ്റ്റിങ്ങിനും നടന്നുകൊണ്ടിരിക്കുക. അവരാത്മാർത്ഥമായിട്ട് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ നിന്നൊക്കെ ചില സമയത്ത് അറിയില്ലല്ലോ എന്താണ്, ഏത് വൈറസാണ് അറ്റാക്ക് ചെയ്തിരിക്കണമെന്ന്. ഓരോ വൈറസ്, ഇപ്പോൾ അലർജിയുടെ ടെസ്റ്റ് ചെയ്യണ പോലെയാണ്. 144 അലർജികളുണ്ട്. ഇതിൽ ഏത് അലർജിയാണെന്നുള്ളത് ഓരോ അലർജിയും ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പിടികിട്ടത്തുള്ളൂ. അതുപോലെയാണ് വൈറസിൻ്റെ കാര്യവും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ശാസ്ത്രത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും നമ്മുടെ ജീവൻ ഇല്ല എന്നുള്ളത്, ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. വളരെ മിനിമമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വരെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവ് കൊണ്ടും പഠിച്ചും ചിന്തിച്ചും ആലോചിച്ചും പരീക്ഷിച്ചും ഒക്കെ നമ്മളെ നിയന്ത്രണത്തിലാക്കിയിരിക്കണത്. അപ്പോഴും 60% കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ ദൈവത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ ജീവിത മേഖലകളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ദൈവത്തോട് വിശ്വാസം, പ്രത്യാശ, സ്നേഹത്താൽ ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തിട്ട് ആ ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മാവിൽ കർത്താവിൻ്റെ വചനാനുസരിച്ച് കൊണ്ട് ജീവിതത്തെ നവീകരിച്ച് ദൈവത്തിന് പ്രസാദാത്മകമായ രീതി ജീവിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്നത്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുന്നു. എൻ്റെ പേര് നിമിത അന്ന ബെന്നി. എനിക്ക് 20 വയസ്സാണ്. ഞാൻ എയർ ഇന്ത്യ കാഡറ്റ് പ്രോഗ്രാമിൽ പൈലറ്റ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മയും അമ്മച്ചിയൊക്കെ ഒരുപാട് കാലങ്ങളിലായി ഉടമ്പടിയിലുള്ളവരാണ്. എങ്കിലും ഒരിക്കലും ഉടമ്പടിയിലേക്ക് വരണമെന്നൊന്നും എനിക്ക് താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ 2 വർഷമായി ഈ പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഓരോ ക്ലാസ്സുകൾക്കും എക്സാമിനും ഒക്കെ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു 1.5 വർഷമായിട്ട് എവിടെ എത്തിച്ചേർന്നപ്പോഴത്തേക്കാണ് അമ്മ എൻ്റെ നിയോഗം വെച്ചിട്ട് അമ്മയുടെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് എയർ ഇന്ത്യ കാഡറ്റ് പ്രോഗ്രാമിൽ ഒരു തവണ റിജക്റ്റായി. എങ്കിലും അവരുടെ ബാച്ച് 4 എനിക്ക് സെലക്ഷൻ കിട്ടി. അത് ഞാൻ അമ്മയുടെ സാക്ഷ്യത്തിൽ ഉണ്ടായിരുന്നൊരു സാക്ഷിയാണ്. ഇങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു ടൈമിലാണ് എൻ്റെ 10th-ൻ്റെയും 12th-ൻ്റെയും സർട്ടിഫിക്കറ്റും എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ മിസ്സായി പോകുന്നത്. അത് 3ഉം ഒരു ഫയലിലാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും അമ്മയും അപ്പയും അനിയത്തിമാരും എല്ലാം വീട് മൊത്തം തപ്പി, എല്ലായിടത്തും തപ്പി, പക്ഷെ അവിടെ അങ്ങ് ഇല്ലായിരുന്നു. അപ്പം ഈ മിസ്സായി പോയി തപ്പുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അമ്മ ഇവിടെ വന്ന് എനിക്ക് അമ്മയുടെ ഉടമ്പടിയുടെ സാക്ഷ്യം പറയുന്നത്. അപ്പം ഞാനും ഈ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് അമ്മയുടെ സാക്ഷ്യത്തിന് കൂടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് വിങ്ങി നിന്ന് മാതാവിനോടൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഞാൻ ചുമ്മാ എൻ്റെ അലമാരി തുറന്നപ്പം ഫ്രണ്ടിൽ തന്നെ ആ ഫയലിരിപ്പുണ്ട്. അത് മിസ്സാവാൻ തീരെ ഒരു ചാൻസ് ഇല്ല. കാരണം ഞങ്ങൾ തപ്പിയപ്പോൾ അതല്ല, എൻ്റെ അലമാരി എന്തായാലും ഒരു 2-3 തവണയെങ്കിലും തപ്പിയ ഒന്നാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ ഫയൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ 10th 12th സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് അപ്പം തന്നെ തിരിച്ചു കിട്ടി.
അങ്ങനെയാണ് ഞാൻ മാതാവിലേക്കും ഉടമ്പടിയിലേക്കും കുറച്ചെങ്കിലും എനിക്ക് വിശ്വാസം ഉണ്ടായി തുടങ്ങുന്നത്. പക്ഷെ അന്ന് എനിക്ക് വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നില്ല. അടുത്ത ദിവസം എനിക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോയി. പിന്നെ 4 മാസം എനിക്ക് ഡൽഹിയിൽ ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് പോകേണ്ട 4 സബ്ജക്റ്റ് ഉണ്ട്. നാട്ടിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റേജ് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പം എൻ്റെ 4 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റ് ഓൾറെഡി ക്ലിയർ ആണ്. ഒരു സബ്ജക്റ്റ് ഞാൻ 3 മന്ത്സിൽ ക്ലിയർ ആക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു എയർ നാവിഗേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എനിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. കാഡറ്റ് പ്രോഗ്രാമിന് മുമ്പ് ഞാൻ ഒരു തവണ എഴുതി, ക്ലിയർ ആയില്ല. പിന്നെ അവിടെ 4ാമത്തെ മാസം ഞാൻ എക്സാം എഴുതി. എനിക്ക് 65 മാർക്കാണ് കിട്ടിയത്. 70 മാർക്ക് വേണം ഞങ്ങൾക്ക് ഈ സബ്ജക്റ്റ് എല്ലാം പാസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഫെയിലായി. അപ്പം എന്നാലും എനിക്ക് ഒരു അറ്റംപ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈയിങ് സ്കൂളിനൊരു റൂളുണ്ട്, 2 അറ്റംപ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ അവർ നമ്മളെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞൊരു റൂളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു അറ്റംപ്റ്റ് ഫെയിലായി തിരിച്ചു വന്നു. അന്ന് ഞങ്ങളുടെ 4 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്ക്, ഇനി എന്തായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അമ്മ നടത്തി തരുമെന്ന് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ക്ലാസ് കഴിയുമ്പോഴും എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു സംശയമായിരുന്നു മൊത്തം. ലൈക്ക് ചെയ്യാൻ പറ്റുമോ, ഉടമ്പടി ജീവിതമൊക്കെ ശരിക്കും നയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തം. എങ്കിലും ഉടമ്പടി ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. 2ാമത്തെ മാസമാണ് എൻ്റെ കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് ആ എക്സാം ഒന്നുകൂടെ എഴുതാൻ പറ്റുന്നത്. അപ്പം ഇതെൻ്റെ 2ാമത്തെ അറ്റംപ്റ്റാണ്, അതായത് ലാസ്റ്റ് അറ്റംപ്റ്റ്. ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഡൽഹിയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഫ്ലൈയിങ് സ്കൂളിന് ഒരു 23 ലക്ഷം രൂപ ഫ്ലൈയിങ് സ്കൂളിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ എഴുതുന്നത് ഉടമ്പടിയിൽ നിൽക്കുന്ന 2ാമത്തെ മാസമാണ്. അപ്പോൾ അന്ന് എഴുതിയിട്ട് എനിക്ക് മനസ്സിലുണ്ട്, പഠിച്ചിട്ടാണല്ലോ എഴുതുന്നത്, എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്, എന്തായാലും പാസ്സാവും എന്നുള്ള രീതിക്ക് ഞാൻ പോയി എക്സാം എഴുതി. അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 64 മാർക്കാണ്. നേരത്തെ കിട്ടിയതിനേക്കാൾ 1 മാർക്ക് കൂടെ കുറഞ്ഞു. അപ്പോഴാണ് എനിക്ക് നോട്ട് ബൈ മെറിറ്റ് എന്നുള്ളതിൻ്റെ ശരിക്കത്തെ മീനിങ് ബോധ്യമായത്. അന്നൊട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല, ടെർമിനേറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിന് മുമ്പത്തെ ബാച്ചിലുള്ള ആൾക്കാർ ഈ 2 അറ്റംപ്റ്റ് ഫെയിലായിട്ട് ടെർമിനേഷൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്, അവർ ടെർമിനേറ്റ് ആക്കും, ഇനി ഒരു അറ്റംപ്റ്റ് കൂടെ തരാൻ തീരെ ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീ ഉടമ്പടിയിൽ എന്തോ ഉഴപ്പിയിട്ടുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നാളെ കൃപാസനത്തിൽ പൊക്കോ, അവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ആൾക്കാരെ വേണമെന്ന് അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് വന്നു. അപ്പം അങ്ങള് പറഞ്ഞു, പത്രം മടക്കാൻ കയറിക്കോളാൻ പറഞ്ഞു. ഞാനൊരു 2-3 ആഴ്ച ഇവിടെ നിന്നു. 3 ആഴ്ചയായിട്ടും ഫ്ലൈയിങ് സ്കൂളിൽ നിന്ന് ഒരു റെസ്പോൺസും വരുന്നില്ലായിരുന്നു. അപ്പോൾ നോർമലി ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ടെർമിനേഷൻ ലെറ്ററൊക്കെ വരണ്ടാണ്. പക്ഷെ 3 ആഴ്ചയായിട്ടും ടെർമിനേഷൻ ലെറ്റർ വന്നില്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ടൈമിൽ 3 ആഴ്ച കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോയ ടൈമിൽ ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു, ഇങ്ങനെയാണ് നിങ്ങളുടെ കോൺട്രാക്റ്റ് അനുസരിച്ച് ടെർമിനേഷൻ വരണ്ടാണ്, പക്ഷെ വന്നിട്ടില്ല. ഓൾസോ പ്രീവിയസ് ബാച്ചിലുള്ള ആൾക്കാർക്ക് ഈ പൈസ അവർ തിരിച്ചു കൊടുക്കുന്നതിന് ഭയങ്കര ലാഗ് ആവുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, പൈസ തിരിച്ചു തരുമോ, എന്താണ് സംഭവം, ടെർമിനേറ്റ് ഇതുവരെ ആക്കിയില്ലെങ്കിൽ ഞങ്ങളൊരു 4 പേരുണ്ടായിരുന്നു, ഞങ്ങളെ പ്രോഗ്രാമിൽ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു മെയിൽ അയച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരും ഈ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും റിപ്ലൈ ഒന്നും വരുന്നില്ല. എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് റിപ്ലൈ വന്നു, നിൻ്റെ അടുത്ത അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞ് എനിക്കൊരു റിപ്ലൈ വന്നു. അപ്പോൾ ഈ എൻ്റെ കൂടെ തന്നെ ഒരു ബാച്ചിൽ ഈ പൈസ അടയ്ക്കുന്നതിന് മുമ്പ് ഈ 2 തവണ ഫെയിലായ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവനും ഓൾറെഡി ടെർമിനേഷൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. എൻ്റെ മുമ്പിലുള്ള ബാച്ചിലുള്ള 2-3 പേര് ഈ ടെർമിനേഷൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാച്ചിലുള്ള ബാക്കി എല്ലാവരും ഫ്ലൈയിങ്ങിന് പോയി. ഞാനും ബാക്കിയുള്ള 3 പേരും മാത്രമാണ് ഇവിടെ ഇങ്ങനെ നിന്ന് പോയത്.
അപ്പോൾ അങ്ങനൊരു അടുത്തൊരു അറ്റംപ്റ്റ് തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ കഴിയും മാസം 22-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം. ബാംഗ്ലൂരിലായിരുന്നു. അപ്പം ഞാൻ ഹോൾ ടിക്കറ്റ് വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കാൻ ഇവിടെ വന്നു. അപ്പോൾ ആൾക്കാരെ കയറി നിന്നിട്ട് എനിക്കെന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയില്ല. ആകപ്പാടെ കണ്ണീര് മാത്രമേ വരുന്നുള്ളൂ. ഞാനിവിടെ കയറി നിന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കൂടെ എഴുതുന്നവർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം എങ്ങനെയും കയറിപ്പോകാനുള്ള അനുഗ്രഹം നൽകണം. അങ്ങനെ ഞാൻ അച്ഛനപ്പോഴത്തേക്ക് ബ്ലെസ്സിങ്, ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ ബ്ലെസ്സിങ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, പോയി രക്ഷപ്പെട്ടു ആ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഞങ്ങളെ പറഞ്ഞയച്ചത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയി. എക്സാം പാടായിരുന്നു. കാരണം ആദ്യം ഒരു റൗണ്ട് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഒരു 10-20 ക്വസ്റ്റ്യൻസാണ് ഞാൻ വിട്ടിരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം അതിലും എനിക്ക് ശരിയാണോ എന്നറിയില്ല. ഞാൻ കാണാണ്ട് പഠിച്ചു പോയ കാര്യങ്ങളൊന്നും അവിടെ ചെന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് തൈലം വെച്ച് കുരിശ് വരച്ച് ഉപ്പും എടുത്തിട്ടാണ് ഞാൻ കയറിയത്. എന്നാലും ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് ഞാൻ പഠിച്ചു ഒന്നും ഓർമ്മ വരാത്തപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി. കാരണം ലാസ്റ്റ് അറ്റംപ്റ്റാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. ഇതില്ലാണ്ട് എനിക്കിനി US പോകാൻ പറ്റത്തില്ല, മുമ്പോട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്ന് പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ തിരിച്ചു വന്നു പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട്. അങ്ങനെ 3-ാമത്തെ ദിവസം ഇന്നലെയാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ നിത്യാരാധനയിൽ പോയിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് ഞാൻ തുറന്നപ്പോൾ എനിക്ക് 81 മാർക്കുണ്ട്. 70 മാർക്ക് ചോദിച്ചാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. മാതാവ് എനിക്ക് 81 മാർക്ക് തന്നു. ഞാൻ 81 മാർക്കിനുള്ള ഒന്നും ഞാൻ എക്സാമിൽ എഴുതിയിട്ടില്ല. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കഴിഞ്ഞ തവണയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് പുറത്ത് പോകുന്നത്. അങ്ങനെ പുറത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ടാണ് പോയത്. ഞാൻ എയർപോർട്ടിലും ഫ്ലൈറ്റിലും എല്ലാവർക്കും പത്രമൊക്കെ കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ പറഞ്ഞു, നമുക്കൊരു മാതാവുണ്ട്, നിങ്ങൾ പത്രം വായിക്കണം, പറ്റുമെങ്കിൽ ചെല്ലണം അവിടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രാർത്ഥനയായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു കൊച്ചു ഗ്രൂപ്പുണ്ട് കൃപാസനത്തിൻ്റെ. അപ്പം അതിൽ ഇങ്ങനെ എല്ലാ ആഴ്ചയും എവിടെയെങ്കിലുമൊക്കെ അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ ഒക്കെ കൊണ്ട് ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പങ്കാളിയാണ്. ഞാൻ എല്ലാ ആഴ്ചയും അവരുടെ കൂടെ പോവുകയും ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യും. അല്ലാണ്ട് ഞങ്ങളുടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഭവനമുണ്ട്. അപ്പോൾ അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യുകയും അവരോടൊപ്പം ഇരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യും. ആത്മീയമായുള്ള വളർച്ചയെന്ന് പറയുമ്പം എനിക്ക് കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നാണെങ്കിലും എനിക്ക് ഉടമ്പടിയൊക്കെ അമ്മ എടുത്തു കഴിഞ്ഞാൽ അമ്മയൊക്കെ എന്നും കുർബാനയ്ക്ക് പോകും. അപ്പം എന്നെയും വിളിച്ചുകൊണ്ടൊക്കെ പോകും. പക്ഷെ എന്നും കുർബാനയ്ക്ക് പോവും, കുടുംബ പ്രാർത്ഥന ഇരിക്കുമെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ആ ഒരു ഇമോഷനോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നാണ് ഞാൻ ശരിക്കും ആത്മീയത എനിക്ക് വളർന്നത്. ദൈവവചനം വായിക്കുന്നതിനും കുർബാനയ്ക്ക് പോകുന്നതിനും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എടുത്ത ടൈമിൽ ഞാൻ 3-4 ദിവസമൊക്കെ കൂടിയിട്ടാണ് ആ ഒരു ധ്യാനം കൂടി തീർക്കുന്നതൊക്കെ. ഇപ്പം അങ്ങനൊന്നുമല്ല. ഇപ്പം ഉടമ്പടി ജീവിതം നയിക്കാനും കുർബാനയ്ക്ക് കൂടാനും കുമ്പസാരിക്കാനും ദൈവവചനം വായിക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റാണ്. ഇത്ര അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി. അപ്പം ഞാൻ ഈ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന 4 മന്ത്സിലാണ്, അതായത് ഞങ്ങളുടെ 4 മന്ത്സിലാണ് അവർ ഈ നിയമം കൊണ്ടുവരുന്നത്, ഈ 2 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ഫെയിലാകും എന്ന് പറഞ്ഞൊരു നിയമം. അപ്പം എന്തായാലും മുമ്പോട്ട് പറ്റില്ല, ഇതില്ലാണ്ട് ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഫ്ലൈയിങ്ങിന് പോയി. ഇനി മുമ്പിൽ ടെർമിനേഷൻ എന്ന് പറഞ്ഞുള്ളൊരു ഇതേ ഉള്ളൂ. ഞാനിവിടെ വരുന്നത് തന്നെ ടെർമിനേഷൻ ലെറ്റർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു കാലത്തിലാണ് ഞാനിവിടെ വരുന്നത് തന്നെ. ഇവിടെ വന്ന് മാധവന് മുമ്പ് ഇരിക്കുമ്പോഴും നിത്യാരാധനയിൽ പോയി ഇരിക്കുമ്പോഴും എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ടെർമിനേഷൻ ലെറ്റർ വരരുത് എന്ന് പ്രാർത്ഥിച്ചാൽ അത് അപ്പം പ്രാക്ടിക്കലായിട്ട് തോന്നാത്തൊരു കാര്യമായിരുന്നു. പിന്നാണ് അവർ ഒരു അറ്റംപ്റ്റൂടെ തന്ന് അനുഗ്രഹിച്ചത്. അപ്പം അത് മാതാവിൻ്റെ അനുഗ്രഹത്തോട് മാത്രമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഉടമ്പടിയിൽ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു അനുഗ്രഹം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.